Hi all, welcome to Exam by Learning. So, algebra അടുത്തൊരു പ്രോബ്ലം നോക്കാം. PRMO 2014 ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ്. Okay. If x raised to x power 4 equal to 4, then what is the value of x power x square plus x power 8 എന്നുള്ളതാണ് ചോദിച്ചുള്ളൂ. ഒരു എക്സ്പോണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കുന്ന സമയത്ത് എക്സിൻ്റെ പവറിൽ എക്സ് പവർ 4 ഉള്ളത്. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സ് റേസ് ടു എക്സ് പവർ 4 ആണുള്ളത്, വിച്ച് ഈസ് ഈക്വൽ ടു 4 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് തന്നിട്ടുള്ളത്. ഇതിന് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്ത് ചെയ്യാണ്, റേസ് ടു പവർ ചെയ്യണം. അതായത് റേസ് ടു പവർ 4 ചെയ്യും. റേസ് ടു പവർ 4 ഇപ്പോൾ എന്താണ്, ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്യുന്നുണ്ട്, അത് തന്നെ എന്ത് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യുന്നുണ്ട്. സോ എന്ത് ചെയ്യുന്നില്ല, എഫക്റ്റീവ്ലി ഇക്വേഷനിൽ വ്യത്യാസമല്ല. സോ എങ്ങനെ വരിക എന്നാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കിയേ, എ പവർ എം ഹോൾ പവർ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ പവർ എം ഇൻറ്റു എൻ ആണ് അല്ലേ. എ പവർ എം ഇൻറ്റു എൻ, എ പവർ എം ഹോൾ പവർ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പവർ എം ഇൻറ്റു എൻ ആണ്. അല്ലെങ്കിൽ എന്താണ്, എ പവർ എൻ ഇൻറ്റു എം എന്ന് പറയും അല്ലേ. അതുപോലെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്താ, എക്സ് പവർ 4 ഹോൾ പവർ 4. അപ്പോൾ ഈ എക്സ് പവർ 4 നിങ്ങൾ എം ആക്കി എടുക്കുക, ഈ 4 നിങ്ങൾ എൻ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പറയുക, എ പവർ എം ഹോൾ പവർ എൻ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ വരിക, എ പവർ എം എൻ എന്ന് ആൻസർ വരും. വിച്ച് ഈസ് എന്താണ്, നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് പവർ 4 ഇൻറ്റു എക്സ് പവർ 4 എന്ന് എഴുതും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 4 പവർ 4 എന്ന് എഴുതും. നിങ്ങൾ ഇനി കമ്പയർ ചെയ്യും, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കമ്പയർ ചെയ്യും. ഇത് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു എക്സ് പവർ 4 ഉണ്ട്, വീണ്ടും ഒരു എക്സ് പവർ 4 ഉണ്ട് അല്ലേ. അത് നിങ്ങൾ റൈറ്റ് ഹാൻഡ് സൈഡായിട്ട് കമ്പയർ ചെയ്തേ. ഇവിടെ ഈ എക്സ് പവർ 4ൻ്റെ വാല്യൂ അല്ലേ 4 വരേണ്ടത് അല്ലേ. നിങ്ങൾ എന്താണ്, എക്സ് പവർ 4ന് പകരം എന്ത് ചെയ്യണം, 4 വരണം. അടുത്ത എക്സ് പവർ 4 എന്താകും, ഈ 4 ആവും അല്ലേ. എക്സ് പവർ 4 ഇതെന്താണ്, ഇവിടെ 4 ഇൻറ്റു എക്സ് പവർ 4 ആണ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 4 റേസ് ടു 1 ഇൻറ്റു 4 എന്ന് എഴുതാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ 4 പവർ 1ന് പകരം എന്ത് ചെയ്യാം, ഈ എക്സ് പവർ 4 എടുക്കാം. ഈ 4ന് പകരം എന്താണ്, എക്സ് പവർ 4 എടുക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. സോ എന്താ വരിക, എക്സ് പവർ 4ൻ്റെ വാല്യൂ 4 വരും. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണ്, റൂട്ട് വരും അല്ലേ. എക്സ് പവർ 4ൻ്റെ വാല്യൂ 4 ആണെങ്കിൽ എക്സ് സ്ക്വയർ എന്താവും, 2 ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, റൂട്ട് ആയിരിക്കും. അത് നിങ്ങളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആ എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ വരിക, റൂട്ട് ടൂടെ സ്ക്വയർ പ്ലസ് റൂട്ട് ടു പവർ 8 അതാണ് വരേണ്ടത്. സോ എന്താ വരിക, റൂട്ട് 2ടെ സ്ക്വയർ എന്താണ്, 2 ആണ്. റൂട്ട് 2 ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ എന്താ വരിക, റൂട്ട് 2 ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് 2 പവർ 4 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 പവർ. റൂട്ട് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2 പവർ 1/2 ആണ് കേട്ടോ. റൂട്ട് 2 എന്ന് പറഞ്ഞാൽ 2 പവർ 1/2 ആണ്. അപ്പോൾ റൂട്ട് 2 പവർ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പവർ 1/2 ഹോൾ പവർ 8 ആണ്, വിച്ച് ഈസ് 2 പവർ 1/2 ഇൻറ്റു 8 അല്ലെങ്കിൽ 2 പവർ 4 എന്ന് എഴുതും. സോ എന്താ വരിക, 2 പവർ 4 വിച്ച് ഈസ് റൂട്ട് 2ടെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്, പ്ലസ് 2 പവർ 4 എത്രയാണ്, 2 പവർ 4 എന്ന് പറഞ്ഞാൽ 16 ആണ് അല്ലേ. അപ്പം റൂട്ട് 2 പവർ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 2 പവർ 16 ആണ് അല്ലേ. റൂട്ട് 2 പവർ 16 ആണ്. ഈ റൂട്ട് 2 പവർ 16 എന്ന് പറഞ്ഞാൽ എന്താണ്, റൂട്ട് 2 പവർ 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, റൂട്ട് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പവർ 1/2 ആണ്. അതിൻ്റെ ഹോൾ പവർ 16 വരും. അപ്പോൾ എ പവർ എം ഹോൾ പവർ എൻ ആണ്, വിച്ച് ഇസ് എ പവർ എം എൻ ആണ്, വിച്ച് ഇസ് എന്താണ് 2 പവർ 1/2 ഇൻറ്റു 16 വിച്ച് ഇസ് 2 പവർ 8. സോ എന്താ വരിക, 2 പവർ 8 വരും, വിച്ച് ഈസ് 2 പ്ലസ് 2 പവർ 8 എത്രയാണ്, 256. സോ എന്താണ് വരിക, 258 ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരും.